നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ഏകദേശം പരിസമാപ്തി ആകാറായിരിക്കുകയാണ്. പുതിയൊരു കളക്ഷനും കൂടി ഇറക്കണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൈവിട്ട് പോയി. എംബ്രോയ്ഡറിക്ക് ഒത്തിരി സമയം എടുത്തതുകൊണ്ട് ഇനി നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ അതവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ എന്തെങ്കിലും കോട്ടണിൽ ഇറക്കാമല്ലോ എന്ന് കരുതിയിട്ട് മെറ്റീരിയൽ തപ്പാൻ ഇറങ്ങിയതാണ്. ഇതാണ് ജിമോൾ. നമ്മുടെ റെഡിമെയ്ഡിൽ നമുക്കൊരു പാർട്ണറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണ് ഓർഡറൊക്കെ എടുക്കാറ്. നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ഒന്നും ആൾ എടുക്കാറില്ല. നമ്മുടെ ഈ റെഡിമെയ്ഡിൻ്റെ ഓർഡർ മാത്രമാണ് ആൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. കാര്യമായിട്ട് ഞങ്ങൾക്ക് തുണി ഒന്നും കിട്ടില്ല. ഞങ്ങൾ വിഷമത്തിലാണ്. ഇനി മിക്കവാറും കേരളം വിടേണ്ടി വരുമെന്ന് തോന്നണത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഒരു പുൽക്കൂട് സെറ്റ് വാങ്ങലായിരുന്നു നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റുഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചു. ഈ ജീൻസിനാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇട്ട് നോക്കിയിട്ട് അവർക്ക് പാകമേയല്ല. അത് ഓൾട്ടർ ചെയ്താൽ ശരിയാവാത്തതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ചു. പിന്നെ ഹിയാരയ്ക്ക് 2 കുട്ടിയെടുപ്പും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു ഈ അർബൻ പറാത്ത നമ്മുടെ വൈറ്റിലുള്ളതാട്ടോ. നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും കേട്ടോ അവിടുന്ന് ഞങ്ങളൊരു ആലു പറാത്ത, ആലു പ്യാസ് പൊറോട്ട, ഒരു ഗോപി പൊറോട്ട, പിന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ ലസ്സി, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്ത് ലസ്സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാൻസ് കുടിച്ചത്. പക്ഷെ കുടിച്ചിട്ട് പിന്നെ നിർത്താൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി.